ചന്ദ്രബാബു നായിഡു ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊന്നും വിലയുള്ള പേരാണ് നായിഡുവിൻ്റേത്. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക ചന്ദ്രബാബു നായിഡുവിൻ്റെ പോക്കറ്റിലുള്ള 16 MP-മാരാണ്. ആരാണ് ചന്ദ്രബാബു? തെലുങ്ക് രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നനായിരുന്ന തെലുങ്ക് മനസ്സുകളുടെ ആരാധനാപാത്രമായിരുന്ന NT രാമറാവുവിൻ്റെ മകളുടെ ഭർത്താവ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ NTRനെ കടത്തിവെട്ടി അല്ലെങ്കിൽ വെട്ടിനിരത്തി ആ കുടുംബവും പാർട്ടിയും കൈക്കലാക്കിയ നേതാവ്. 1999 വരെ അല്ലെങ്കിൽ ആ 99-ലെ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഐക്യമുന്നണിക്കൊപ്പമായിരുന്നു TDPയും നായിഡുവും. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഉറപ്പിച്ചതു മുതൽ പതുക്കെ പ്ലേറ്റ് മാറ്റി നേരെ NDA പാളയത്തിലേക്ക്. 1999-ലെ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ മികച്ച വകുപ്പുകളെല്ലാം TDP കൈക്കലാക്കിയിരുന്നു. സ്പീക്കറായി GMC ബാലയോഗിയെയും നിയോഗിച്ചു. വളരെ വലിയ സമ്മർദ്ദമാണ് അന്ന് നായിഡു BJP സർക്കാരിൽ ചെലുത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് അന്ന് TDPക്ക് സ്പീക്കർ പദവി ലഭിക്കുന്നതും. ഇന്നും സമാനമായിട്ടുള്ള ഒരു ഡിമാൻഡ് BJP നേതൃത്വത്തിന് മുൻപിൽ നായിഡു വെച്ചിട്ടുണ്ട്. 2004 അടുപ്പിച്ച് ഏതാണ്ട് നായിഡുവിനെതിരെ നക്സൽ ആക്രമണം ഉണ്ടാകുന്നു. ഇതിൽ ഒരു സഹതാപ തരംഗം മുന്നിൽ കണ്ടുകൊണ്ട് നായിഡു സർക്കാരിനെ BJPയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് 1 വർഷം മുൻപേ തിരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഫലമോ BJP സർക്കാരും വീണു, ആന്ധ്രയിൽ TDP സർക്കാരും വീണു. ഇങ്ങനെ കൂട്ടുകക്ഷി ഭരണത്തിൽ വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്ന പതിവ് ശീലം ചന്ദ്രബാബു നായിഡുവിന് ഉണ്ട്. 2019 വരെ അദ്ദേഹം NDAയിൽ തുടർന്നിരുന്നു. പക്ഷേ ആ കാലത്തൊന്നും ആന്ധ്രയിൽ പച്ച തൊടാൻ, അവിഭക്ത ആന്ധ്രയാവട്ടെ ഭിന്നിച്ച ആന്ധ്രയാവട്ടെ, അവിടെ പച്ച തൊടാൻ TDPക്കോ NDAക്കോ ആയിരുന്നില്ല. 2019 കർഷക സമരത്തിൻ്റെ പേര് പറഞ്ഞാണ് ചന്ദ്രബാബു നായിഡു NDA വിടുന്നത്. വൈകാതെ പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രാദേശിക പാർട്ടികളെ ഉന്നം വെച്ചുകൊണ്ട് അവരെ ഒരുമിപ്പിക്കാനുള്ള ഒരു നീക്കം നായിഡു നടത്തി. പക്ഷേ അത് പാളിപ്പോയി. 2024 ഇലക്ഷന് തൊട്ടു മുൻപാണ് ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ പവൻ കല്യാണും കൂടി NDA സഖ്യത്തിൻ്റെ ഭാഗമാകുന്നത്. ഏതായാലും ആ നീക്കം ഫലം കണ്ടു. ആന്ധ്രയിൽ ഭരണം, NDA സർക്കാരിന് കേന്ദ്രത്തിൽ ഭരണം. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ നായിഡുവിൻ്റെ നിലപാടുകൾ, നായിഡുവിൻ്റെ തീരുമാനങ്ങൾ NDA സർക്കാരിനെ വല്ലാതെ വട്ടം കറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ചന്ദ്രബാബു നായിഡു ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയാൽ അറിയാം എന്തൊക്കെ ഡിമാൻഡാണ് ചന്ദ്രബാബു മുന്നോട്ട് വയ്ക്കുക. ഒരു കാര്യം ഉറപ്പ്, സ്പീക്കർ സ്ഥാനം, മികച്ച ക്യാബിനറ്റ് വകുപ്പുകൾ, ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് നായിഡു NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.